നിങ്ങൾ ഭയങ്കര ഡേഞ്ചറാ കാർത്തിക. ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്ക്. ഇല്ലെങ്കിൽ ഏട്ടന്റെ ഏട്ടത്തിന്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി പിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നീ പ്രഗ്നന്റ് അല്ലാന്നും എന്നെ ചീറ്റ് ചെയ്യാണെന്നും പറഞ്ഞ് ഇവർ വലിയ നുണക്കഥ ഉണ്ടാക്കും. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അവൾ എന്തോ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അഖിലിനോട് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങളെ കൊന്നു കളയും. ആ എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കാമോ? എന്താ അബി പുതുതായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം? എനിക്കും എല്ലാം ഇപ്പൊ ഒരു പുതുമയാണല്ലോ. ഞങ്ങൾ വീണ്ടും ഈ വീട്ടിലെത്തിയതിനു ശേഷം അമ്മ ഞങ്ങളോട് ശരിക്കൊന്ന് സംസാരിക്കുന്ന പോലുമില്ല. എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മേ? അങ്ങനെയൊന്നും ഇല്ല അബി. അപ്പൊ പിന്നെ വസുന്ധര എന്തെങ്കിലും തെറ്റിയതോ? അവള് അമ്മയുടെ മനസ്സുലും വേദനിപ്പിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമേ. വസുന്ധരയെ ഞാൻ വാൺ ചെയ്തോളാം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അബി. പിന്നെ എന്തിനാമേ ഡള്ളായിട്ടിരിക്കുന്നേ? നിന്റെ അച്ഛൻ നാട്ടിലേക്ക് പോയിരിക്കല്ലേ, അതുകൊണ്ട് മനസ്സിന് ചെറിയ വിഷമം. ശരി, നാട്ടിൽ പോയി ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരട്ടെ? വേണ്ട അബി, അദ്ദേഹം ദേഷ്യത്തിലാ പോയത്. അത് കുറയുമ്പോ അദ്ദേഹം തിരിച്ചു വന്നോളും. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? അമ്മ എന്തിനെക്കുറിച്ചോ വലുതായി ചിന്തിക്കുന്ന പോലെ തോന്നുന്നു. ഈ സ്വത്ത് മുഴുവൻ എന്റേതാണെന്ന് അച്ഛൻ എന്നോട് കുട്ടിക്കാലത്തെ പറഞ്ഞു. ഞാനത് മനസ്സിൽ വച്ചിട്ടേ ഇല്ല അമ്മേ. അമ്മയെ എന്റെ പെറ്റമ്മയായും ഏട്ടനെ അഖിലിനെ എന്റെ സ്വന്തം സഹോദരങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഞാൻ വേറെ നിങ്ങൾ വേറെ എന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. എല്ലാവരെയും ഒറ്റ കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ പക്ഷേ എന്താ അബി? ഇപ്പൊ എല്ലാവരുടെയും സ്വത്ത് എന്റെ പേരിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഇരിക്കുന്നു അമ്മേ. എനിക്ക് എന്നെ തന്നെ പുറത്തുള്ള ഒരാളെ പോലെയാ ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എല്ലാം ഒരു പുതിയ അനുഭവം പോലെ തോന്നുന്നു. എനിക്കും അതുപോലെ തന്നെ തോന്നുന്ന അബി. ഇത്രയും നാളായിട്ടുള്ള രീതികളൊക്കെ ഇപ്പൊ മാറിയതുപോലെ. പാവമായിരുന്ന ഭാസ്കർ, അനുഭവമില്ലാത്ത അഖിൽ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നേറാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോ പേടിയാകുന്നു. അവരുടെ ഭാവി എന്താകുമെന്ന് ആശങ്കയുണ്ട് എനിക്ക്. അമ്മ ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട. പതുക്കെ തന്നെ ഏട്ടൻ എല്ലാം മനസ്സിലാക്കിക്കോളും. അതുപോലെ അഖിലിനും എല്ലാം മനസ്സിലായിക്കോളൂ അമ്മേ. എല്ലാം ശരിയായിക്കോളും. അമ്മയുടെ ആരോഗ്യം നന്നായി നോക്കണം.
പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ അച്ഛന് ഫോൺ ചെയ്യാം. ഓക്കെ? ഞാൻ ഓഫീസിലേക്ക് പോവാ. അവിടെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ശരിയാക്കാനുണ്ട്. ആ ജോലി തിരക്കിനിടയിൽ അമ്മ ശ്രദ്ധിച്ചില്ലെന്നോർത്ത് ഒരിക്കലും ഫീൽ ചെയ്യരുത്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് സംസാരിച്ചോളാം. അമ്മ റെസ്റ്റ് എടുത്തോളൂ. ഏട്ടത്തിയുടെ വളർത്തുമകൻ എടത്തിയോട് എന്താ പറഞ്ഞേ? ഇനി എടത്തിയുടെ ആവശ്യമല്ല, റെസ്റ്റ് എടുത്തോളാനാണോ പറഞ്ഞേ? ഫ്രീ ടൈം കിട്ടുമ്പോ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നവനല്ല മകൻ. സമയം കണ്ടെത്തി സ്നേഹം കാണിക്കുന്നവനാണ് ശരിക്കുള്ള മകൻ. ഞാൻ എല്ലാം കേട്ടു എടത്തി. അഭി എന്തുമാത്രം മാറിപ്പോയെന്ന് ഇപ്പോഴെങ്കിലും എടത്തിക്ക് മനസ്സിലായില്ലേ? ഏട്ടത്തി വാ തുറന്ന് ഭാസ്കർ പാവമാണ്, അഖിലിനാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല, അവരുടെ ഭാവി ഓർത്ത് പേടിയാവുന്നു എഴുത്തി പറഞ്ഞപ്പോ എന്തിനാ അമ്മയെ ഭയപ്പെടുന്നേ? സ്വത്ത് മൊത്തത്തിൽ 3 പേർക്ക് തുല്യമായിട്ട് ഭാഗിക്കാന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് എങ്ങനെ വിഷയം മാറ്റിയോ ഇന്നും അവൻ അതുപോലെ ആവർത്തിച്ച് കാണിച്ചു. ഇത്രയും കാലം ഏടത്തി പോറ്റിയ മകൻ, ഏടത്തിയുടെ മനസ്സിൽ എന്താണെന്ന് അവനെന്നാ മനസ്സിലാക്കാൻ കഴിയില്ലേ? അഖിലിന് പതിയെ എക്സ്പീരിയൻസ് കിട്ടുമെന്നും ഭാസ്കർ എല്ലാം മനസ്സിലാക്കുമെന്നും പറഞ്ഞതല്ലാതെ അവർക്ക് സ്വത്ത് ഭാഗിക്കാന്ന് അവൻ പറഞ്ഞതേ ഇല്ലല്ലോ. അപ്പോ അവരുടെ തലയിലെഴുത്ത് അവർ കഷ്ടപ്പെടണമെന്ന് തന്നെയല്ലേ? അഭി ഇത്രയ്ക്ക് സ്വാർത്ഥനാണോ ഏടത്തി? അഭി ഓഫീസ് പോവാണെന്നും പറഞ്ഞു പോയി. ശരിയാക്കേണ്ടത് ഒരുപാടുണ്ടെന്നും പറഞ്ഞാ പോയത്. അതിന്റെ അർത്ഥം എന്താ? സ്വത്ത് മുഴുവനും തന്റെ പേരിലുള്ളത് കൊണ്ട് ഫ്യൂച്ചറില് ഭാസ്കറിനോ അഖിലിനോ സംസ്കൃതി ഇവന്റ്സിന്റെ പേരിൽ ഒരവകാശമോ അധികാരമോ ഇല്ലാന്ന് വരുത്തി തീർക്കാനല്ലേ എഴുത്തി പോയത്? അഭി സ്നേഹമുള്ള മകനാണെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ സ്നേഹം കൊണ്ട് വിഷം പുരട്ടിയ ഒരു കത്തിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എഴുത്തി. അപ്പോ അഭി മാറിയെന്നാണോ ഏട്ടത്തി പറയുന്നേ? മാറ്റം കൺമുമ്പിൽ തന്നെ കാണാൻ കഴിയുമ്പോ ഏട്ടത്തി ചോദ്യം ചോദിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം ആ വസുകാരനെ എടുത്തി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു കാരണ ഇതൊക്കെ. ഇത്രനാൾ ഉണ്ടായിരുന്നത് 2 പെൺമക്കൾ. അവരെ കല്യാണം കഴിപ്പിച്ചയച്ച അമ്മായിയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നുള്ളത് കൊണ്ട് സ്വത്തിനോട് അഭിക്ക് യാതൊരു താല്പര്യവുമില്ല. ഇപ്പൊ ഉണ്ണി ചോദിച്ചാലും ഈ സ്വത്തിന് അവനും അവകാശിയാവില്ല. ഇപ്പൊ പുതുതായി അഭിക്കും വസുവിനും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് കൊണ്ട് അവർക്ക് സ്വത്ത് ആവശ്യമുണ്ട്. ആ സ്വത്തിന് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞായിരിക്കും അവകാശി. കൂടെ വളർന്ന ഭാസ്കറിനും അഖിലിനും സ്വത്തെന്തിന് ഭാഗിച്ചു കൊടുക്കണം? തന്റെ കുഞ്ഞിന് എല്ലാ സ്വത്തും കിട്ടണമെന്നാണ് അഭിയുടെ ആഗ്രഹം. അഭി ഇങ്ങനെയൊക്കെ ചിന്തിക്കുവോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലേ എടുത്തി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വാസു ആയിരിക്കും അവൻ ഇങ്ങനൊരു ഐഡിയ കൊടുത്തത് തന്നെ. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വീണ്ടും അവർക്ക് കുഞ്ഞ് ജനിക്കാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ വഴിയില്ലെന്നാണോ ഏട്ടത്തി? വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഏട്ടത്തിയുടെ മക്കള് പാപ്പരാകും, നടു റോട്ടിൽ കിടന്ന് ചാകേണ്ടി വരും. അവരുടെ ഫ്രണ്ട്സിനെ പോലെ
ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാ. അല്ലാതെ ഇങ്ങനെ കല്ലുപോലെ ഇരുന്നിട്ട് കാര്യമില്ല. മര്യാദയ്ക്കൊക്കെ നടക്കണം. നിന്നെ തന്നെ. നിനക്കെല്ലാം കേൾക്കുന്നുണ്ടോ? പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന്? എക്സ്ക്യൂസ് മീ, താൻ ആരോടെ സംസാരിക്കുന്നത്? നിന്നെ തന്നെ. നീ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. പെൺകുട്ടിയാണെങ്കിൽ അടക്ക ഒതുക്കത്തോടെ ജീവിക്കണം. ആൺകുട്ടിയാണെങ്കിൽ നല്ല ധൈര്യശാലിയായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഹലോ, താൻ ആരോടെ സംസാരിക്കുന്നത്? എന്റെ വയറ്റിനുള്ളിലെ കുഞ്ഞിനോട്. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ താൻ ആ കുഞ്ഞിനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് അല്ലെങ്കിലും ഏട്ടൻ കേൾക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാനെന്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നത്. താൻ വീണ്ടും തുടങ്ങിയോ? ഇല്ലല്ലോ സർ. ഏട്ടനോട് തർക്കിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഞാനും എന്റെ കുഞ്ഞും കൂടി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് തന്റെ മാത്രം കുഞ്ഞല്ല, എന്റെയും കൂടെ. അപ്പോ ഏട്ടനും കഥ പറഞ്ഞു കൊടുക്കാൻ പോവാണോ? ഇപ്പോ ഇല്ല, കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം പറയും. പറയണം. ഞാൻ ഒഴികെ ബാക്കി എല്ലാവരോടും സംസാരിക്കണം. അല്ല, ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എന്റെ അമ്മയോട് വല്ലതും സംസാരിച്ചോ? അല്ലമ്മ ഡള്ളായിട്ടിരിക്കുന്നു. എനിക്ക് വേറെ ജോലിയില്ലെന്നാണ് വിചാരിക്കുന്നത്. എന്റെ കുട്ടികളെ നോക്കണം, ജനിക്കാനിരിക്കുന്ന ഈ കുഞ്ഞിനെ നോക്കണം. ഏട്ടൻ എത്ര ബിസിയാണോ ഞാൻ അതിനേക്കാളും ബിസിയാണ്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, താനിപ്പോ എന്നോട് വഴക്കൂടാൻ വേണ്ടി ഇരിക്കുവാണോ? ഇല്ലല്ലോ. പിന്നെന്തിനാ താനിങ്ങനെ വെറുതെ കിടന്ന് ചൂടാവുന്നേ? തുടങ്ങി വെച്ചതാരാ? ഞാനാണോ ഏട്ടനാണോ? അല്ല, താനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? രാവിലെ ആണെങ്കിൽ എന്റെ ജോലി എനിക്ക് ചെയ്യാൻ അറിയാവുന്നും വസുന്ധര കുട്ടികളെ നോക്കിയാൽ മാത്രം മതി എന്നും എന്നോട് പറയും. ഇപ്പോഴാണെങ്കിൽ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് ചെയ്യേണ്ടത് ഭാര്യയുടെ കടമയാണെന്നും ഇന്ത്യൻ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുകയാണല്ലോ. നീ തന്നെ പറ, ഓരോ നേരത്തെ ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മനുഷ്യന്മാരാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. പോരാത്തതിന് വലിയ ആളാണ് പോലും. വലിയ ഇവന്റ് ഓർഗനൈസർ ആണത്രേ. അപ്പോ റിവഞ്ച് ആണല്ലേ? അതായത് ഇനി മുതൽ തന്റെ ജോലി ചെയ്യില്ല. എല്ലാം ഇനി ഞാൻ തന്നെ ചെയ്തോളാം. ആ അതെ, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എന്ത് ജോലിയാ? വീട്ടിലുള്ള എല്ലാവരെയും സംശയിക്കുന്ന ജോലിയാണോ? അല്ല, വീട്ടിലെല്ലാവരും ഏട്ടനോട് സ്നേഹം നടിക്കുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു. ഈ കുടുംബത്തെ സ്നേഹമുള്ളൊരു കൂട്ടുകുടുംബമായി മാറ്റുക എന്നുള്ളത്. ഓൾറെഡി കൂട്ടുകുടുംബം തന്നെയാ, അത് പൊളിക്കാതിരുന്നാ മാത്രം മതി. ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വസുവിന് അബോഷനായേ മതിയാവൂ ഇളയമ്മേ. ഫസ്റ്റ് ടൈം മിസ്സായിപ്പോയി. നെക്സ്റ്റ് ടൈം എന്തായാലും വിൻ ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയാടാ ഇത്തവണ ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നേ. എന്താന്ന് പെട്ടെന്നൊന്ന് പറ. നമ്മുടെ 4ാമത്തെ നമ്പറോട് വരട്ടെ. ആര്? കാർത്തികയോ? അവള് വരില്ല, അവളോട് വരണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാടാ? എന്തിനാ ചോദിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ അവള് സെൻസിറ്റീവാ. പോരാത്തിന് ഇപ്പൊ പ്രഗ്നന്റും. ഇതുപോലുള്ള ക്രൂവൽ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും പറ്റും. ഇവൻ വല്ലാതെ ആ കുഞ്ഞിനെ ആശിക്കുകയാണല്ലോ. ശരിയല്ലേ, അവളിപ്പോ ഗർഭിണിയാണ്. ഗർഭത്തെ ഇല്ലാതാക്കാൻ പോകുന്ന ഈ പ്ലാനില് അവളെ എന്തിനാ ഇൻവോൾവ് ആക്കുന്നേ? ചേട്ടന് അനിയൻ ഒറ്റ കെട്ടോ മരമണ്ടന്മാര്. കാർത്തികയുടെ കാര്യം മാറ്റി വെച്ചിട്ട് പ്ലാൻ എന്തെന്ന് പറയും.
ഇതെന്താണെന്നറിയോ? എന്താ അത്? ടീ, ടീയോ? ഗ്രീൻ ടീ. ഈയിടെയായിട്ട് വസു കോഫിയും ചായയൊന്നും കുടിക്കാതെ ഗ്രീൻ ടീയാ കുടിക്കുന്നേ, ആരോഗ്യത്തിന് വേണ്ടി. അതുകൊണ്ട് അവക്കെന്താ നമ്മൾ ടീ ബാഗ് സപ്ലൈ ചെയ്യണോ? അല്ല, ഈ ടീ ബാഗിന്റെ കൂടെ അവളുടെ കുഞ്ഞിനെ കൊല്ലുന്ന പ്ലാൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ടീ ബാഗ് കൊണ്ട് കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ പോകുന്നേ? ഇത് സാധാരണ ഗ്രീൻ ടീ അല്ലടാ. ഇതിനകത്ത് ഗ്രീൻ ടീ മാത്രമല്ല, ഗ്രീൻ ടീ പോലിരിക്കുന്ന പപ്പായയുടെ പൗഡറും ഉണ്ട്. ഇത് മാത്രം അവള് കുടിച്ചാലേ വയറ്റിലുള്ള കുഞ്ഞ് ആ നിമിഷത്ത് കലങ്ങിപ്പോവും. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അമ്മയാകാൻ പോകുന്ന വസു തല കറങ്ങി വീഴും. ഈ പൗഡറിന് അത്രയും പവറുണ്ടോ? പപ്പായ കഴിച്ചാ അബോർഷൻ ആകുന്നല്ലേ പറയാ. പപ്പായ പൗഡർ കഴിച്ചാലും അത് തന്നെ നടക്കും. ഇതുപോലുള്ള ഐഡിയാസ് നിങ്ങളുടെ തലയിൽ എങ്ങനെ വരുന്നോ എന്തോ? ഓ, നിങ്ങക്ക് വരാത്ത പോലെ. ആ, ശരി ഇളയമ്മേ, ഭാവനയെ വിളിച്ച് ഈ ടീ ബാഗ് ഉപയോഗിച്ച് നാളെ തന്നെ വസുവിന് ടീ ഉണ്ടാക്കി കൊടുക്കാൻ പറയാം. വേണ്ട, ഇത്തവണത്തെ പ്ലാനില് 4ാമതൊരാൾ വേണ്ട. നമ്മൾ 3 പേര് മാത്രം മതി. ഈ രഹസ്യം നമ്മൾ മാത്രമേ അറിയാവൂ. ഭാവന എടുത്തിട്ട് മേലെ നിനക്ക് ഡൗട്ട് ഉണ്ടല്ലേ? അല്ലടാ, സെന്റിമെന്റലായി നമ്മൾ 3 പേരും ചേർന്ന് പ്ലാൻ നടത്തിയ ആ വസുവിന്റെ കാര്യത്തിലൊരു തീരുമാനാവും. 4 പേര് ചേർന്ന നാശം എന്നല്ലേ പറയുന്നേ? 10 പേര് ചേർന്ന കൊടുങ്കാറ്റാണെന്നും പറയാറുണ്ടടാ. ചെന്ന് 10 പേരെ വിളിച്ചോണ്ട് വാ. എല്ലാരും ചേർന്ന് വസുവിന് ഗ്രീൻ ടീ കൊടുക്കാം. സൂപ്പർ ഇളയമേ. നാളെ സൂര്യൻ ഉദിക്കുമ്പോ വസു എടുത്തിട്ട് ആഘോഷം നടക്കും, ശരിയല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ ടൈം എന്തായി? മണി 8 മണി ആയതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ഏതെങ്കിലും ഒരു അമ്മ 8 മണി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അമ്മയാകാൻ പോകുന്നൊരു പെണ്ണ് എന്തിനാ അതിരാവിലെ എഴുന്നേൽക്കുന്നെന്ന് കുറച്ചു നാള് മുന്നേ ഒരു വലിയ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ വസുന്ധര, ഇപ്പൊ എഴുന്നേൽക്കണ്ട. സമയം 7 ആവാൻ പോവാ. ഇത്ര നേരത്തെ എഴുന്നേറ്റ് താൻ എന്ത് ചെയ്യാൻ പോവാ? ഗർഭിണിയായിരിക്കുമല്ലേ, കുറച്ച് നേരം കൊണ്ട് നന്നായിട്ട് ഉറങ്ങ. 8 മണി കഴിഞ്ഞ് എഴുന്നേറ്റാ മതി. തന്നോട് ആരും ചോദിക്കില്ല, ഓക്കെ? ആരാ ചോദിക്കാൻ വരുന്നെന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുക. ഞാനിപ്പൊ എന്ത് പറയാനാ? ആവശ്യമില്ലാതെ പറഞ്ഞു പോയല്ലോ. ആവശ്യമില്ലാത്ത ചോദ്യം ആയിപ്പോയല്ലോ എന്നായിരിക്കും ഏട്ടൻ ഇപ്പൊ ആലോചിക്കുന്നേ. അങ്ങനൊന്നുമല്ല. എന്നാലും കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ, അവരെ ആരും റെഡിയാക്കും. വേണ്ട വേണ്ട, താൻ സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോ. 10-11 മണി വരെ ഉറങ്ങിക്കോ. ആരും തന്നെ ശല്യം ചെയ്യില്ല, ഓക്കെ? കുട്ടികളെ ഞാൻ റെഡി ആയിക്കോളാം. എന്താ ഏട്ടാ, നിൽക്ക്. പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് എനിക്കിട്ട് പണിയരയല്ലേ, തന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അതല്ല ഏട്ടാ, കുട്ടികളെ ഇപ്പൊ എഴുന്നേൽപ്പിക്കണ്ട. എണീപ്പിക്കും, റെഡിയാക്കും, ഞാൻ തന്നെ സ്കൂളിലും കൊണ്ടാക്കും, ഓക്കെ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ് ഏട്ടാ. നോ വേ, നോ 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 നോ. ഏട്ടാ, അയ്യോ.